സെലക്ട് ചെയ്തു, അതിനൊരു ഡീറ്റെയിൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, മോണിറ്ററിങ് ദ പ്ലാൻ. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സംഭവം എന്താണ്, ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോസസ്സ് റിലേറ്റഡ് നമ്മൾ മോണിറ്റർ ചെയ്യുക, ട്രാക്ക് ചെയ്യുക, അല്ലേ? ട്രാക്ക് ചെയ്തതിന് ശേഷം ഇവാലുവേറ്റിംഗ് ദ പ്ലാൻ, അതാണ് കൺട്രോളിങ് എന്ന പ്രോസസ്സ് നമുക്കറിയാലോ. ഇവാലുവേറ്റിംഗ് ദ പ്ലാൻ, അവിടെയാണ് നമ്മൾ എന്താണ്, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡേർഡും നമുക്ക് കിട്ടിയ റിസൾട്ടുമായിട്ട് എന്താണ് ഇവാലുവേറ്റ് ചെയ്ത് കമ്പയർ ചെയ്തിട്ട് എന്താണ് ഇനി എന്തെങ്കിലും നമുക്ക് എന്താണ് തിരുത്തോ വേണ്ടോ കറക്ഷൻസ് എന്തെങ്കിലും നടത്തണമെന്ന് നോക്കിയിട്ട് അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതാണ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ചുമ്മാ വായിച്ച് വയ്ക്കുക, സെയിം ആണ്. പിന്നെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് പ്ലാൻ നമുക്കറിയാം, ഗോൾ ഓറിയൻറ്റഡ് ആണ്, എക്കണോമിക്കലാണ്, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്, സിമ്പിൾ, പ്രൈമറി ഫംഗ്ഷൻ ആണ്, കോർഡിനേഷൻ കൊണ്ടുവരുന്നു, പെർവേസീവ് ആണ് അറ്റ് ഓൾ ലെവൽസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഇതെല്ലാം പറഞ്ഞാണ്. ടൈപ്സ് ഓഫ് പ്ലാൻസ് നമ്മൾ പറഞ്ഞു, സിംഗിൾ യൂസ്, സ്റ്റാൻഡിംഗ് പ്ലാൻ. സോ ഇവിടെ ഒരു കാര്യം നോക്കാം, നമ്മൾ ടൈപ്സ് ഓഫ് പ്ലാനിൽ സ്ട്രാറ്റജിക് പ്ലാൻ പറഞ്ഞു, അതൊക്കെ അറിയാം, ടാക്ടിക്കൽ അറിയാം, ഓപ്പറേഷണൽ പ്ലാൻസ് അറിയാം, അല്ലേ? പോളിസി പ്ലാൻസ് ഉണ്ട്, അത് നമ്മളെ ഡിസിഷൻ മേക്കിനെയും നമ്മുടെ ആക്ഷൻസിനെയും ഗൈഡ് ചെയ്യുന്നതാണ്. പോളിസി എന്ന് പറയുന്നത് എന്താ, നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണ്, അല്ലേ? സോ പോളിസി പ്ലാൻസ് ഉണ്ട്, പ്രൊസീജിയർ പ്ലാൻസ് ഉണ്ട്. നമ്മുടെ പ്രൊസീജിയർ പ്ലാൻസ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാര്യം, ഇപ്പം റിക്രൂട്ട്മെൻറ്റ് തന്നെ, നമ്മളൊരു കാര്യം ഒരാളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ഒരാളെ സെലക്ട് ചെയ്യുക, അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്താണ് അഡ്വർടൈസ്മെൻറ്റ് നൽകുന്നു, അതിന് ശേഷം എന്താണ് അഡ്വർടൈസ്മെൻറ്റ് നൽകിയിട്ട് നമ്മൾ സ്ക്രീനിങ് നടത്തുന്നു, അതിൽ നിന്ന് കുറച്ച് പേരെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു, ഇൻ്റർവ്യൂവിന് ശേഷം നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാര്യങ്ങൾ നടത്തിയിട്ട് അതിൽ നിന്ന് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ ഇതൊരു പ്രൊസീജിയറാണ്, അല്ലേ? സോ അങ്ങനെ പ്രൊസീജിയർ പ്ലാൻസ് ഉണ്ട്, കണ്ടിജൻസി പ്ലാൻസ് ഉണ്ട്. അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസിലാണ് പ്രിപ്പയർ ഫോർ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ വിച്ച് ഇസ് നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. അപ്പോൾ കണ്ടിജൻസി പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ചെയ്യുക. കണ്ടിജൻസി പ്ലാൻ എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഇവൻറ്റ്സ്, അല്ലേ? അതിന് വേണ്ടി അത് അങ്ങനത്തെ ഒരു റിലേറ്റഡ് ആണ് കണ്ടിജൻസി പ്ലാൻസ് എന്ന് പറയുന്നത്, ലൈക്ക് നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഓക്കെ, ഏത് സിംഗിൾ യൂസ് പ്ലാൻ ആണ്, നമ്മൾ പറഞ്ഞു സിംഗിൾ യൂസ് പ്ലാൻ മെയ്ഡ് ഫോർ സ്പെസിഫിക് ഈവൻറ്റ് എന്ന് പറയുന്ന വൺ ടൈം ആണ്, സ്പെസിഫിക് ഈവൻറ്റിന് വേണ്ടിയിട്ടാണ്. സെമിനാർ, പല ഇവൻറ്റ്സും റിലേറ്റഡ്, അങ്ങനെ ഒരു സ്പെസിഫിക് ഈവൻറ്റ് ഒരു വൺ ടൈം റിലേറ്റഡ് ആണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡിംഗ് പ്ലാൻ നമ്മൾ പറഞ്ഞിരുന്നു, പക്ഷെ ഇവിടെ നോട്ട് ചെയ്യണമെന്ന് പറയുന്നത് നോട്ട് ചെയ്യുക, സ്റ്റാൻഡിംഗ് പ്ലാൻസ് യൂസ് റിപ്പീറ്റഡ്ലി ഫോർ റൂട്ടീൻ ആക്ടിവിറ്റീസ്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത് നമ്മൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫോർ റൂട്ടീൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് പ്ലാൻസ്. നോട്ട് ചെയ്യുക, റിപ്പീറ്റഡ്ലി യൂസ് ഫോർ റൂട്ടീൻ ആക്ടിവിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാനിങ് വേഴ്സസ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, പ്ലാനിങ് വേഴ്സസ് ഡിസിഷൻ മേക്കിംഗ് ആണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം. പ്ലാനിങ് ഇസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹു വിൽ ഡു ഇറ്റ്. അത് നിങ്ങൾക്ക് അറിയാലോ. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ചെയ്യണം, ആര് ചെയ്യണം, എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന കാര്യങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ചൂസിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ അവൈലബിൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്താണ്, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തും കാര്യങ്ങൾ പ്ലാനിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പാണെന്ന്, പ്ലാനിങ്ങിൽ വരുന്ന ഒരു സ്റ്റെപ്പാണെന്ന് പറയുന്നതാണ് ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. ആ ഓൾട്ടർനേറ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ നമ്മൾ അവിടെ സെലക്ട് ചെയ്യണം, അല്ലേ? ആ സെലക്ഷൻ പ്രോസസ്, ആ സെലക്ടിങ് ആണ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ. സോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് ചൂസിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദ അവൈലബിൾ ഓപ്ഷൻസ്, അല്ലേ? ഓക്കെ, പ്ലാനിങ് ഫോക്കസ് ഓൺ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. പ്ലാനിങ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്, ഫ്യൂച്ചറിനെ ബേസ് ആയിരിക്കും ഒരു ഫോക്കസ് ചെയ്യുന്നത്.
ഡിസിഷൻ മേക്കിംഗ് എന്താണ്? പ്രസന്റ് ആക്ഷൻ അല്ലേ? നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം നമ്മൾ പല ഓൾട്ടർനേറ്റീവ്സിനെ ഇതാക്കി ഡിസിഷൻ മേക്കിംഗ്, എന്നിട്ട് നമ്മൾ അതിൽ നിന്നൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ അവിടെ സെലക്ട് ചെയ്യാണ്, വിച്ച് ഇസ് എന്താണ്? പ്രസന്റ് ആക്ഷൻ ഓഫ് ചോയ്സ് ആണ്. ഓക്കെ, ഫോക്കസ് ഓൺ പ്രസന്റ് ആക്ഷൻ ഓഫ് ചോയ്സ്. നമ്മുടെ പ്രസന്റ് ആക്ഷനെയാണ് ഡിസിഷൻ മേക്കിംഗ് ഫോക്കസ് ചെയ്യുന്നത്. പ്ലാനിങ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, ടൈം എന്ന് പറയുന്നത് ഡൺ ബിഫോർ ആക്ഷൻ ഇസ് ടേക്കൺ അല്ലേ? പ്ലാനിങ് എന്താണ്? നമ്മളൊരു ആക്ഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പേ നമ്മൾ എന്താണ് ഡിസൈഡ് ചെയ്യുന്നതാണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന ആ ആക്ഷൻ അറ്റ് ദ ടൈം ഓഫ് ദാറ്റ് ആക്ഷൻ അല്ലേ? നമ്മൾ ആക്ഷൻ അറ്റ് ദാറ്റ് ടൈമാണ് നമ്മൾ ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ ആക്ഷന് മുമ്പ് എടുക്കുന്ന തീരുമാനമാണ്. ഡിസിഷൻ മേക്കിംഗ് അറ്റ് ദാറ്റ് ടൈം ഓഫ് ആക്ഷൻ അല്ലേ? ആ സമയത്തായിരിക്കും നമ്മൾ അറ്റ് ദാറ്റ് ടൈം ഇസ് കോൾഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആൻഡ് ഓൺഗോയിങ് പ്രോസസ് ആണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വൺ ടൈം ആൻഡ് ഒക്കേഷണൽ ആക്ടിവിറ്റി. നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതെന്ന് പറയുന്നത് വൺ ടൈം ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ, ഓക്കെ, നമ്മൾ ഇത് റിലേറ്റഡ് തന്നെ പറയാം. ഇപ്പോൾ നിങ്ങൾ എന്താണ്, നമ്മുടെ കയ്യിൽ പല കോഴ്സ് ഓഫ് ആക്ഷൻസും പല ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഒന്നിനെ തിരഞ്ഞെടുക്കുന്നു, വെച്ച് എന്താണ്, അതൊരു വൺ ടൈം ആക്ടിവിറ്റിയാണ്, ഒരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവാണ് നിങ്ങളവിടെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ നിന്ന് നിങ്ങളൊരു ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പം അത് വിച്ച് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, so that is called, it is a one time or occasional activity, and it is why it is called as, and that is why it is called as a one time activity. Okay, planning, it involves many people in the organization അല്ലേ? ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ഒരു കാര്യത്തെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, പല ആൾക്കാരും പല സിറ്റുവേഷൻസും നമ്മൾ എന്താണ് നോക്കും, പലരുടെയും കയ്യിൽ നിന്ന് എന്താണ് നമ്മളെന്താണ് അവരുടെ ജഡ്ജ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ എടുക്കും, നോട്ട് ചെയ്യും അല്ലേ? അങ്ങനെയാണ് ബിഗ് ബുക്ക്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് സേയിങ് ആസ് ഇറ്റ് ഇൻവോൾവ്സ് മെനി പീപ്പിൾ ഓർഗനൈസേഷൻ. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിൽ only one of few people will be surrounded there. നമ്മളൊരു ഹൈ ലെവൽ ഓഫ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ, ഇപ്പോൾ ടോപ്പ് അതോറിറ്റീസ് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോൾ അവർ മേ ബി എല്ലാവരെയും ചേർത്തല്ല, അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ലെവൽ ലോവേഴ്സ് എല്ലാവരെയും ചേർത്തിട്ടല്ല, ചിലപ്പോൾ ഒരു ഫ്യൂ പീപ്പിൾസ് അല്ലെങ്കിൽ അവർ മാത്രമായിരിക്കും ആ ഡിസിഷൻ എടുക്കുന്നത് അല്ലേ? So that is why it is called as usually involves one or few people something. Okay, an example, പ്ലാനിങ്ങിൽ നമ്മളിപ്പോൾ നമുക്ക് ടൈം ടേബിൾ, ബഡ്ജറ്റ്, സ്ട്രാറ്റജീസ്, പോളിസീസ് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചൂസിങ് എ സപ്ലയർ, ഹയറിങ് ആൻ എംപ്ലോയി, ലോഞ്ചിങ് എ പ്രോഡക്റ്റ്, ഇതെല്ലാം എന്താണ് ഡിസിഷൻ മേക്കിങ്ങിലാണ് വരുന്നത്. ഓക്കെ, ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്ങിൽ നമ്മൾ കൂൺസ് ആൻഡ് ഡോണലിൻ്റെ കേസാണ് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ജനറൽ ഗൈഡ് ലൈൻസ് ഓഫ് ഫണ്ടമെൻ്റൽ റൂൾസ് ദാറ്റ് പ്ലാനേഴ്സ് ഷുഡ് ഫോളോ വൈൽ പ്രിപ്പയറിങ് പ്ലാൻസ് അല്ലേ? പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ മുൻകൂട്ടി അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഉണ്ടല്ലോ, ഫണ്ടമെൻ്റൽ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് യു നീഡ് ടു ഫോളോ ചെയ്യേണ്ട ഒരു ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്യേണ്ട അവരുടെ പേരെ പെട്ടെന്ന് നമ്മൾ കൂൺസ് ആൻഡ് ഡോണലിനെ നോട്ട് ചെയ്യുക. ഓക്കെ, അതിലാദ്യം നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു ഒബ്ജക്റ്റീവ്സ് പറയുന്നു. വെയിറ്റ് അതിൽ പറയുന്നതെന്ന് പറയുന്നത്, എവറി പ്ലാൻ ഷുഡ് ഡയറക്റ്റ്ലി കോൺട്രിബ്യൂട്ട് ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലേ? നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോളിനെ ഡയറക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുന്ന, അതിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാ പ്ലാൻസും അല്ലേ? സോ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ഒബ്ജക്റ്റിൽ ആദ്യം പറയുന്നത് എന്താണ്? ഓക്കെ, അതാണ്. രണ്ടെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ, പ്ലാനിങ് ഷുഡ് ബി ഗിവൺ ടോപ്പ് പ്രയോറിറ്റി, ദ ഫങ്ഷൻസ് ഡിപ്പെൻഡ്സ് ഓൺ പ്ലാനിങ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്, പ്ലാനിങ്ങിനായിരിക്കണം നമ്മൾ എന്താണ് ടോപ്പ് പ്രയോറിറ്റി നൽകേണ്ടത്. ബിക്കോസ് നമ്മുടെ ഇപ്പം ഈ പറയുന്ന പ്ലാനിങ്ങിലായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ആ പ്ലാനിങ് ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും
കൺട്രോളിങ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? സോ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ പ്ലാനിങ്ങിനെയാണ്. ഈ പ്ലാൻ റിലേറ്റഡ് ആയിരിക്കും ഈ പറയുന്ന ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ് എന്ന എല്ലാ ഫങ്ഷൻസും നടക്കുന്നത്. സോ അതുകൊണ്ടാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമസി ഓഫ് പ്ലാനിങ് എന്ന് എന്താണ് പ്ലാനിങ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ് പ്രിമിസസ് എന്ന് പറഞ്ഞാൽ പ്രിമിസ് അതിൽ പറയുന്നതെന്ന് പറയുന്നത് പ്ലാൻ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ റിയലിസ്റ്റിക് ആൻഡ് സൗണ്ട് പ്രിമിസസ്, ഫാക്ട്സ് ആൻഡ് അസംപ്ഷൻ എന്ന് പറയുന്നത്. പ്രിമിസസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ട്രൂത്ത്, അല്ലേ? നമ്മളെ സത്യത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കണം എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ റിയലിസ്റ്റിക് ആയിരിക്കണം ആൻഡ് ഷുഡ് ബി സൗണ്ട്സ് ട്രൂത്ത്. പ്രിമിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രൂത്ത്ഫുൾ, അങ്ങനത്തെ അത് റിലേറ്റഡ് ആണ്. ഫാക്ട്സ് ആയിരിക്കണം, അസംപ്ഷൻസ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഓഫ് ദ എൻവയൺമെൻറ്റ്. നമ്മുടെ എൻവയൺമെൻറ്റ് ചേഞ്ച് അനുസരിച്ച് ഈ പ്ലാൻ നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്യാൻ കഴിയണം. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റിയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ്. വിച്ച് ഇസ് എന്താണ്? പ്ലാൻ ഷുഡ് have the full commitment and involvement of all those who are responsible for their execution, അല്ലേ? നമ്മുടെ ഈ പറയുന്ന പ്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാവരും ദേ ഷുഡ് ഹാവ് എ ഫുൾ കമ്മിറ്റ്മെൻറ്റ് ടു ദിസ്. നമ്മൾ ഈ പറയുന്ന പ്ലാനിൽ ഇപ്പം നമ്മുടെ എംപ്ലോയീസ് ആവാം, അവരെല്ലാവരും എന്താണ് ദേ ഷുഡ് ഹാവ് എ ഫുൾ കമ്മിറ്റ്മെൻറ്റ് ഓൺ. അതാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ എന്തിനു വേണ്ടിയിട്ട് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ, അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മിറ്റ്മെൻറ്റിൽ പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് എഫിഷ്യൻസി എന്താണ്? പ്ലാനിങ് ഷുഡ് എൻഷുർ ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ് വിത്ത് മിനിമം കോസ്റ്റ് ആൻഡ് മാക്സിമം റിസൾട്ട്. അത് നമ്മുടെ എല്ലാത്തിലും ഉള്ളതാണ്. എന്തെന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് എന്താണ് മാക്സിമൈസ് ചെയ്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. സോ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് യു ഷുഡ് വിത്ത് ആ റിസോഴ്സ് വെച്ചിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ആ ഇൻപുട്ട് വെച്ചിട്ട് നമുക്ക് എന്താണ് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പറ്റണം വിത്ത് മിനിമം വേസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് എഫിഷ്യൻസി ടെല്ലിങ്. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എന്താണ് പ്ലാനിങ്ങിൻ്റെ എന്താണ് നമ്മുടെ കൂൺസ് ആൻഡ് ഡൊണാൾഡിൻ്റെ കേസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് പ്ലാനിങ് പ്രിമിസസ് ആണ്. സോ നമുക്കറിയാം പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുന്ന അസംപ്ഷൻ ഓഫ് പ്രിമിസസ് ആർ ദ അസംപ്ഷൻസ് ഓഫ് ബേസിക് കണ്ടീഷൻസ് ആൻഡ് ഫാക്ടേഴ്സ് കൺസിഡർ ടു വൈൽ പ്രിപ്പയറിംഗ് എ പ്ലാൻ. ട്രൂത്ത് എന്ന് ഉദ്ദേശിക്കുക, പ്രിമിസസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നെയിം കേൾക്കുമ്പോൾ വിച്ച് ഇസ് ട്രൂത്ത്ഫുൾ എന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, they are the and note they are the start points for planning. അതിൽ ടൈപ്സ് ഓഫ് പ്ലാനിങ് പ്രിമിസസ് നമുക്ക് ഇന്റേണൽ പ്രിമിസസ് ഉണ്ട്, എക്സ്റ്റേണൽ പ്രിമിസസും ഉണ്ട്. ഓക്കെ, ഇന്റേണൽ പ്രിമിസസ് വിച്ച് ഇസ് ടാൻജിബിൾ പ്രിമിസസ് which is within the organization, അല്ലേ? It is based on physical, observable and measurable factors. Okay, measurable factors of what inside the organization. Tangible premises. External factors which is outside the organization, അതിൽ നമ്മുടെ external, physical, observable, measurable factors ആണ് വരുന്നത്. Tangible premises എന്താണ്? Based on beliefs, values, attitudes, opinions and expectation, which is intangible, which cannot be seen or felt. It is based on beliefs, values. Okay, then outside the organization it is based on external beliefs, values, attitudes, opinions and expectations. Okay, ഇനി കൺട്രോളബിൾ പ്രിമിസസ് എന്ന് പറയുമ്പം എന്താണ്? which is sorry wait a second. Controllable premises എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ക്യാൻ കൺട്രോൾ ഓർ ഇൻഫ്ലുവൻസ്. ഓക്കെ, അൺകൺട്രോളബിൾ premises എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ വിച്ച് cannot control. ആൻഡ് അൺകൺട്രോളബിൾ premises എന്ന് പറയുമ്പോൾ ഫാക്ടേഴ്സ് വിത്തിൻ ദ ഓർഗനൈസേഷൻ ബട്ട് ബിയോണ്ട് ദിസ് കൺട്രോൾ, നമ്മുടെ കൺട്രോളിന് അപ്പുറമുള്ള കാര്യങ്ങളാണത്. കൺട്രോളബിൾ premises എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. External factors which the organization can influence or shape to some extent. Okay.
കൺട്രോളബിൾ പ്രിമിസസ് വിച്ച് ഇസ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. എന്താ, നമ്മുടെ ഓർഗനൈസേഷൻസ് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വിച്ച് ഇസ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ച് വെച്ചാൽ മതി. ഐ തിങ്ക് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ജസ്റ്റ് വായിക്കുക. സോ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ഇറ്റ് വാട്ട് ഇറ്റ് ഇസ്. ആൻഡ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ്. അതിലെന്താണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓക്കെ ഇത് ഇത്രയും വായിക്കുന്നതിന് മുമ്പേ അത് എന്താണെന്ന് മനസ്സിലാക്കുക. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിൽ നമ്മുടെ ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന റിസൾട്ട്സിലാണ്. അത് നോട്ട് ചെയ്യുക. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ് ഇൻ വിച്ച് സൂപ്പർവൈസും സബോർഡിനേറ്റ്സും ജോയിൻ്റ്ലി ഐഡൻറ്റിഫൈ കോമൺ ഗോൾസ് ഡിഫൈൻ. ഓക്കെ, നമ്മുടെ സൂപ്പർവൈസും സബോർഡിനേറ്റ്സും ജോയിൻ്റ്ലി ഇരുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന അവർ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇതിലോട്ട് വരുന്നതാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. ഇതിൽ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ഒരുമിച്ചിരുന്നായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. അത് നോട്ട് ചെയ്യുക. അങ്ങനെ ചോദിക്കും, ഇൻ വിച്ച് ഇസ് ദ സിസ്റ്റം ഇൻ വിച്ച് എന്താണ് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും ജോയിൻ്റ്ലി ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റ് കോമൺ ഗോൾസ് എന്ന് ചോദിക്കുമ്പോൾ അത് എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഇസ് ബൈ പീറ്റർ എഫ് ഡ്രക്കർ. ഇത് നോട്ട് ചെയ്യുക, വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, സോ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഇതിൻ്റെ ആവശ്യമില്ല എങ്കിലും ജസ്റ്റ് ഐ ഡോണ്ട് തിങ്ക് സോ നോട്ട് മച്ച് ഇമ്പോർട്ടൻ്റ് ഓൺ ദിസ്. ബട്ട് നിങ്ങളിത് വായിച്ച് വയ്ക്കുക. ദേ ജോയിൻലി സെറ്റ് ഗോൾ. നമ്മുടെ മാനേജേഴ്സ് സബോർഡിനേറ്റ്സും ഇവർ ജോയിൻലി ആണ് ഗോൾസ് സെറ്റ് ചെയ്യുന്നത്. ഡിഫൈനിങ് കീ റിസൾട്ട് ഏരിയാസ്. KRIs എന്ന് ഉദ്ദേശിക്കുന്ന കീ റിസൾട്ട് ഏരിയാസ് ആണ്. ദേ വിൽ ബി identify the key areas. They are doing this. Defining objectives for each key result area. They will be defining objectives, set specific and measurable objectives for each. Developing action plans, decide the actions, resources and timeline to achieve the objective. ഇതെല്ലാം അവർ എന്താണ് നമ്മൾ ഈ പറയുന്ന സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സ് ഒരുമിച്ച് ഇരുന്ന് നമ്മുടെ കമ്പനിയുടെ ഓരോ റിലേറ്റഡും കാര്യങ്ങളും ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം ഡിസൈഡ് ചെയ്യുന്നതാണിത്. പീരിയോഡിക് റിവ്യൂ ആൻഡ് ഫീഡ്ബാക്ക്. സോ ദേ വിൽ ബി മോണിറ്ററിംഗ് പ്രോഗ്രസ് റെഗുലർലി ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, ഇതിൽ പീരിയോഡിക് റിവ്യൂ ആൻഡ് ഫീഡ്ബാക്ക് ആണ്. നോട്ട് ചെയ്യുക. പെർഫോമൻസ് ഇവാലുവേഷൻ. ദേ വിൽ ബി ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ബേസ്ഡ് ഓൺ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്. പിന്നെ റിവാർഡ്സ് ആൻഡ് ഫ്യൂച്ചർ പ്ലാനിങ്. യൂസ് റിസൾട്ട്സ് ഫോർ റിവാർഡ്സ് റെക്കഗ്നിഷൻ സെറ്റിംഗ് ന്യൂ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, നോട്ട് ദിസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എന്താണെന്ന് അറിയാം, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് അറിയണം. വെരി ഇമ്പോർട്ടൻ്റ് ആണത്. ആൻഡ് ഹു ഇൻട്രൊഡ്യൂസ് ദാറ്റ് പീറ്റർ എഫ് ഡ്രക്കർ. അത് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ ഫോർകാസ്റ്റിംഗ് വേഴ്സസ് പ്ലാനിങ് വേഴ്സസ് ബഡ്ജറ്റിംഗ് പറയുകയാണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫോർകാസ്റ്റിംഗ് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഓർ കണ്ടീഷൻ. ഫോർകാസ്റ്റിംഗ് റിലേറ്റഡ് ഫ്യൂച്ചറാണ്. നമ്മൾ ഫ്യൂച്ചർ റിലേറ്റഡ് കാര്യങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ പാസ്റ്റ് ഡേറ്റയും പ്രസൻറ്റ് നോളേജും വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ കാര്യങ്ങൾ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാണ്, വിച്ച് ഇസ് എസ്റ്റിമേറ്റ് ചെയ്യാണ് ഫ്യൂച്ചർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യാണ് എന്തൊക്കെ ചെയ്യണമെന്ന്, ആര് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ്. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ്. ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ഒരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ പീരിയഡിൽ നോക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ സ്പെസിഫൈഡ് ഫ്യൂച്ചർ പീരിയഡിൽ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാൻസ് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ബഡ്ജറ്റിംഗ്. ഫിനാൻഷ്യൽ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ പ്ലാൻ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലായിരിക്കും. ആൻഡ് ഇതൊരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ പീരിയഡിന് വേണ്ടിയിട്ടാണ്. അത് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി കീ ഡിഫറൻസസ് അറ്റ് എ ഗ്ലാൻസ്. ഓക്കെ, ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, ബഡ്ജറ്റിംഗ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ? എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ ഈവൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ്. ഇതിൻ്റെ ഡിസൈഡിങ് ആൻഡ് അഡ്വാൻസ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ പ്ലാൻ. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാണ് അത് പ്രിപ്പയർ ചെയ്ത് നോട്ട് ചെയ്യുക. ഓക്കെ, നേച്ചർ. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ്. നേച്ചർ. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? പ്രഡിക്റ്റീവാണ്. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ പ്രഡിക്റ്റ് ചെയ്യുകയാണ് അല്ലേ? ഫ്യൂച്ചർ ഇത് ഇന്നത് നടക്കാം എന്ന രീതിയിൽ പ്രഡിക്റ്റ് ചെയ്യുകയാണ് അല്ലേ?
പ്ലാനിങ് എന്ന് പറയുമ്പോൾ അത് ഡിസിഷൻ നമ്മൾ എടുക്കുകയാണ്. പ്ലാനിങ് ഡിസിഷൻ മേക്കിംഗ് ആണ്, സോ ഡിസിഷനിലാണ്. ബഡ്ജറ്റിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓക്കെ, നോട്ട്. ഇനി ഫോക്കാസ്റ്റിംഗ് എന്താ? അത് ഫ്യൂച്ചർ ഫോക്കാസ്റ്റിംഗ് നമ്മൾ ഫ്യൂച്ചർ ഇവൻറ്റ്സ് റിലേറ്റഡ് ഫോക്കസ് ചെയ്യാണ്. പ്ലാനിങ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ്, നോട്ട് ചെയ്യുക. ഫ്യൂച്ചർ ഈവൻറ്റ്സ് എന്താണ്? ഫോക്കാസ്റ്റിംഗ്. ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ പ്ലാനിങ്. ഓക്കെ. ബഡ്ജറ്റിംഗ് ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിസൾട്ട്സ് ആണ്. ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിസൾട്ട്, ഒരു സ്പെസിഫിക് പീരിയഡിൽ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിസൾട്ടാണ് എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോക്കാസ്റ്റിംഗ് ലോങ് ടേം ആണ്. പ്ലാനിങ് മീഡിയം ടു ലോങ് ടേം ആണ്. ഷോർട്ട് ടേം ബഡ്ജറ്റിംഗ് യൂഷ്വലി ഷോർട്ട് ടേം വിച്ച് ഇസ് യൂഷ്വലി 1 year ആണ്. നോട്ട് ഇതൊക്കെ ജസ്റ്റ് വായിച്ച് വെക്കുക. പ്രൈമറി പേർപ്പസ് റെഡ്യൂസ് അൺസർട്ടനിറ്റി ഓഫ് കോഴ്സ് ടു അച്ചീവ്. പ്ലാനിങ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ടാണ്. ഇത് റിലേറ്റഡ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കുക. ഓക്കെ. ബഡ്ജറ്റിംഗ് ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് എൻഷ്യൂർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, നമ്മൾ ഇതൊക്കെ നോക്കാനായിട്ടാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഒരു ഫിനാൻഷ്യൽ പ്ലാൻ നമ്മൾ ഫിനാൻഷ്യൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ. സോ അതെന്താണ്? ഇറ്റ് ഇസ് ടു ബേസിക്കലി ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് ടു എൻഷ്യൂർ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്ന ഫോക്കാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? പാസ്റ്റ് ഡേറ്റ, പാസ്റ്റ് റെക്കോർഡ്സ് വെച്ചിട്ടായിരിക്കും, പാസ്റ്റും പ്രസൻറ്റ് ട്രെൻഡ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും ആൻഡ് അസംഷൻസ് വെച്ചിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നമ്മുടെ ഒബ്ജക്റ്റീവ്സും പോളിസിയും സ്ട്രാറ്റജീസും പ്രിമിസസും വെച്ചിട്ടാണ്. ബഡ്ജറ്റിംഗ് പ്ലാൻസ് ആൻഡ് പോളിസീസ് എക്സ്പ്രസ്ഡ് ഇൻ മണി. ദിസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മണി. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോക്കാസ്റ്റ് ഓർ പ്രൊജക്ഷൻസ്. പ്ലാനിങ് പ്ലാൻസ് ഓർ പ്രോഗ്രാംസ്. ബഡ്ജറ്റ്സ് ആൻഡ് മോണിറ്ററി ടേം ബഡ്ജറ്റിംഗ്. ഓക്കെ. ഫ്ലെക്സിബിലിറ്റി റിലേറ്റീവ്ലി ഫ്ലെക്സിബിൾ ആണ് ഫോക്കാസ്റ്റിംഗ്. എല്ലാം റിലേറ്റീവ്ലി ഫ്ലെക്സിബിൾ. ബഡ്ജറ്റിംഗ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി റിജിഡ്. കാരണം ഇത് നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഈസ് റിജിഡ്. ഫ്യൂച്ചർ ഫിനാൻഷ്യൽ റിസൾട്ട്സ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അത് റിജിഡ് ആണ്. ഓക്കെ. അത് ഒരിക്കലും നമുക്ക് ഫ്ലെക്സിബിൾ എന്ന് പറയാൻ പറ്റില്ല. ബഡ്ജറ്ററി റിലേറ്റഡ് ഫിനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങൾ. ഓക്കെ. ആൻഡ് ഫങ്ഷൻ ഫ്യൂച്ചർ ഇവൻറ്റ്സും കാര്യങ്ങളും നമ്മൾ എന്താണ് പ്രഡിക്റ്റ് ചെയ്യാൻ. അതായത് ബെസ്റ്റ് ഓൺ ഫ്യൂച്ചർ ഇവൻറ്റ്സ് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ മെൻ്റൽ എക്സസൈസ്. പ്ലാനിങ് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് മാനേജറൽ ഡിസിഷൻ ആണ്. ബഡ്ജറ്റിംഗ് മാനേജറൽ കൺട്രോൾ ആണ്. ഓക്കെ. നോട്ട് ചെയ്യാം. ബഡ്ജറ്റിംഗ് വിച്ച് മാനേജറൽ കൺട്രോൾ എന്താണ്? ബഡ്ജറ്റിംഗ് ആണ്. ഹു ഈസ് റെസ്പോൺസിബിൾ? സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ആണ് ഫോക്കാസ്റ്റിംഗിൽ വരുന്നത്. ടോപ്പ് ആൻഡ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് വിച്ച് ഇസ് ദേ ആർ ദ വൺസ് ഫോർ പ്ലാനിങ്. ബഡ്ജറ്റിംഗ് ഓൾ ലെവൽസ് വിത്ത് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ലെവൽസിലും എന്താണ് ഈ പറയുന്ന ബഡ്ജറ്റിംഗ് കാണും. ആൻഡ് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ജസ്റ്റ് ഇത് വായിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ. നോട്ട് ചെയ്യുക. ബട്ട് എന്താണെന്നറിയാം, ജസ്റ്റ് വായിച്ച് വെച്ചിരുന്നാൽ മതി. യു വിൽ ഗെറ്റ് ഇറ്റ് വാട്ട് ഇറ്റ് ഇസ്. ഇനി സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇത് ലോങ് ടേം പ്ലാനിങ് ആണ്. ആൻഡ് ദിസ് ഇസ് ഡൺ ബൈ ദ ടോപ്പ് മാനേജ്മെൻറ്റ് അതോറിറ്റീസ്. ഓക്കെ. ഓക്കെ. എന്താണ് വാട്ട് ഇസ് സ്ട്രാറ്റജിക് പ്ലാനിങ്? സ്ട്രാറ്റജിക് പ്ലാനിങ് ഇസ് എ പ്രോസസ് ഓഫ് ഡിഫൈനിങ് ആൻ ഓർഗനൈസേഷണൽ ഡയറക്ഷൻ ഇൻ ലോങ് റൺ ആൻഡ് മേക്കിംഗ് ഡിസിഷൻ ഓൺ ദ അലോക്കേഷൻ റിസോഴ്സ് ടു പെർസ്യൂ ദ ഡയറക്ഷൻ. ഓക്കെ. അത് നോക്കണ്ട, ജസ്റ്റ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ. ഇതിൻ്റെ പ്രോസസ്സ് നോക്കുക. ഇതിനൊരു വിഷൻ കാണും. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ വി ഷുഡ് ഹാവ് എ വിഷൻ. നമുക്കൊരു വിഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളൊരു വിഷൻ വേണം. ക്ലിയർ പിക്ചർ ഓഫ് ദ ഡിസൈഡ് ഫ്യൂച്ചറിന് വേണ്ടി ഒരു ക്ലിയർ പിക്ചർ കാണും. പ്രൊവൈഡ്സ് ഡയറക്ഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. സോ ദിസ് വിഷൻ, ഈ വിഷനായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഡയറക്ഷൻ നൽകുന്നത്. രണ്ടെന്ന് പറയുന്നത് മിഷൻ. ഡിഫൈൻ ദ പേർപ്പസ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ മിഷനിലാണ് നമ്മുടെ പേർപ്പസ് എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മുടെ പേർപ്പസും നമ്മുടെ പേർപ്പസ് എന്താണെന്നും നമ്മുടെ ഓർഗനൈസേഷൻ എക്സിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം ഡിഫൈൻ ചെയ്യുന്നത് മിഷനിലാണ് അല്ലേ. വിഷൻ എന്താണ്? ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് വരുന്നത്. മിഷനിൽ നമ്മുടെ എന്താണ് പേർപ്പസും കാര്യങ്ങളും എല്ലാം പറയുന്നതാണ് മിഷനിൽ വരുന്നത്. വൈ ഡു വി എക്സിസ്റ്റ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സിസ്റ്റ് ആവുന്നത് എന്ന രീതിയിലുള്ള ഇത് പറയുന്നതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. ഗോൾസ് എന്ന് പറയുമ്പോൾ ബ്രോഡാണ്. ഗോൾ എന്ന് പറയുന്നത് ബ്രോഡാണ്. ലോങ് ടേം റിസൾട്ട്സ് ആണ് ലോങ് ടേം റിസൾട്ട്സ് ഓർഗനൈസേഷൻ വോണ്ട് ടു അച്ചീവ്. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് വിച്ച് ഇസ് ലോങ് ടേം ആയിരിക്കും അല്ലേ. വിഷനും കഴിഞ്ഞ് നമ്മുടെ ഗോൾ വരുന്നത് ലോങ് ടേം ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ബ്രോഡ്. ഇറ്റ് പ്രൊവൈഡ്സ് ഫോക്കസ് ആൻഡ് പ്രയോറിറ്റി. ഓക്കെ. എൻവയൺമെൻറ്റൽ അനാലിസിസ്. നാലെന്ന് പറയുന്നത് എൻവയൺമെൻറ്റൽ അനാലിസിസ് ആണ്. സ്റ്റഡി ഓഫ് ഇൻറ്റേർണലും എക്സ്റ്റേണൽ എൻവയൺമെൻറ്റും കാര്യങ്ങളും നമ്മൾ അനാലിസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസാണ്
അതിൻ്റെ ടൂൾസ് നോട്ട് ചെയ്യുക. എൻവയൺമെൻറ്റ് അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്താണ്? ഇൻറ്റേർണൽ SWOT അനാലിസിസ്, SWOT അനാലിസിസ് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്, പെസ്റ്റൽ അനാലിസിസ്, ഇതെല്ലാം നോട്ട്. ഇതൊക്കെ പിന്നെ പോർട്ടേഴ്സിൻ്റെ 5 ഫോഴ്സസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താണ് മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പറയുന്നതാണ്. ബട്ട് ജസ്റ്റ് നോ ദിസ് ആർ ദ, ഇത് നമ്മൾ എന്താണ് എൻവയൺമെൻറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്ന ടൂൾസാണ്. ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് അനാലിസിസ് ചെയ്യുന്ന ടൂൾസാണ്. ഓക്കെ, സ്ട്രാറ്റജി ഫോർമുലേഷൻ, ഡെവലപ്പിംഗ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക, ഓൾട്ടർനേറ്റീവായിട്ട് പല ഓൾട്ടർനേറ്റീവ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, അതിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ പറഞ്ഞതിൽ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, പിന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, ആ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതെല്ലാം അറിയുന്നത്. ബട്ട് വിഷൻ വേണം, മിഷൻ വേണം, ഒരു ഗോള് കാണും, പിന്നെ എൻവയൺമെൻറ്റ് അനാലിസിസ്. അതിന് ശേഷം നമ്മൾ എന്താണ് ഓൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് സ്ട്രാറ്റജി ഫോർമുലേഷൻ. ഓൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സിനെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ വന്നേക്കുന്നത് എന്താണ്? നമ്മുടെ പ്ലാനിങ് തിങ്കേഴ്സിലാണ്. അതിൽ ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഹെൻറി ഫെയോൾ ഉണ്ട്, പീറ്റർ എഫ് ഡ്രക്കർ, ഹെൻറി ഫെയോൾ, പീറ്റർ എഫ് ഡ്രക്കർ, ജോർജ് ആർ ടെറി, കൂൺസ് ആൻഡ് ഡോണൽ, ജോർജ് സ്റ്റെയ്നർ, ഇവരെല്ലാവരും ഉണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് ആരാണ്? ഫെയോളാണ്. 14 പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്ന ആരാണ്? ഫെയോളാണ്. ഡ്രക്കറാണ്, പീറ്റർ ഡ്രക്കറാണ്. ആര്? മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. നോട്ട് ചെയ്ത് വെക്കുക. ഫാദർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ജോർജ് ആർ ടെറി. അത് നോട്ട് ജസ്റ്റ് വായിക്കുക. കൂൺസ് ആൻഡ് ഡോണലാണ് ഹിയർ റെനൗഡ് മാനേജ്മെൻറ്റ് എക്സ്പേർട്സ്. ജോർജ് ടെറിയാണ് മോഡേൺ മാനേജ്മെൻറ്റ് തിങ്കർ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇവരെല്ലാവരും ദേ ഓൾ ഹാവ് എ കോൺട്രിബ്യൂഷൻ ടു പ്ലാനിങ്. ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക. മെയിൻലി ഫാദർ ഓഫ് ഒബ്ജക്റ്റീവ്സ് മാനേജ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആരാണ്? പീറ്റർ എഫ് ഡ്രക്കറാണ്. ഫെയോൾസിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ആണ്. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് ഫെയോളാണ്. നോട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മളിന്ന് പഠിച്ചതിൻ്റെ ചെറിയൊരു റോഡ് മാപ്പാണ്, മൈൻഡ് മാപ്പാണിത്. ജസ്റ്റ് ഒന്ന് നോക്കേണ്ട ആവശ്യം ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഇത് നോക്കുക, വായിച്ച് വയ്ക്കുക. നത്തിങ് മച്ച്, ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരുന്നത്. നമ്മളിന്ന് നോക്കിയത് എന്താണ്? പ്ലാനിങ് പറഞ്ഞു, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഇമ്പോർട്ടൻസ് പറഞ്ഞു, ടൈപ്സ് ഓഫ് പ്ലാൻസ് പറഞ്ഞു, ലെവൽസ് ഓഫ് പ്ലാൻസ് പറഞ്ഞു, സ്റ്റെപ്സ് പറഞ്ഞു, ലിമിറ്റേഷൻസ് പറഞ്ഞു, പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്, കൂൺസ് ആൻഡ് ഡൊണാൾഡിൻ്റെ കേസ് പറഞ്ഞു, പ്ലാനിങ് പ്രെമിസസ് പറഞ്ഞു, ടാൻജിബിൾ ഇൻടാൻജിബിൾ, കൺട്രോളബിൾ അൺകൺട്രോളബിൾ റിലേറ്റഡ് പറഞ്ഞു, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് പീറ്റർ എഫ് ഡ്രക്കറിൻ്റെ കേസ് പറഞ്ഞു, ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്, ബഡ്ജറ്റിംഗ് റിലേറ്റഡ് പറഞ്ഞു, സ്ട്രാറ്റജിക് പ്ലാനിങ് പ്രോസസ്സ് പറഞ്ഞു, തിങ്കേഴ്സിൻ്റെ കേസ് പറഞ്ഞു അല്ലേ, ഹെൻറി ഫെയോൾ ഡ്രക്കർ, ജോർജ് ആർ ടെറി, കൂൺസ്, ജോർജ് സ്റ്റെയ്നർ, ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കുക എല്ലാം, നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. അത് അങ്ങനെയാണ് നോട്ട്സും പ്രിപ്പയർ ചെയ്തേക്കുന്നത്. സോ ഇതാണ് ഡേ 3 ഓഫ് PYQ സെക്ഷൻ. വായിക്കുക ആദ്യം, ജസ്റ്റ് ഒന്ന് എല്ലാം നോട്ട് ചെയ്യുക, ക്ലാസ് കേൾക്കുക, അതിനുശേഷം ഈ പറയുന്ന PYQ പ്രാക്ടീസ് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. സോ നാളത്തെ ക്ലാസ്, സോ നെക്സ്റ്റ് ക്ലാസ് ഡേ 4 ഓഫ് ക്ലാസ് നമ്മൾ ഓർഗനൈസിങ് റിലേറ്റഡ് ഇൻഡെപ്ത് ആയിരിക്കും പഠിക്കുന്നത്. സോ ആദ്യം ഇന്നത്തെ ക്ലാസ്സിലെ MCQs PYQs നിങ്ങൾ എന്താണ് ആദ്യം ക്ലാസ്സിന് ശേഷം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്.
പറയടി.